ഭാരതീയ സാക്ഷ്യ അധിനിയം BSA എന്ന് പറയുന്ന എവിഡൻസ് ആക്ടിന് പകരം വന്ന സാധനം. അതിന് രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ്, രേഖ ഓർ ഡോക്യുമെന്റ് എന്നതിനെ കുറിച്ച്, രേഖയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർവചനം നൽകുന്ന സെക്ഷൻ 2(1) A ആണോ B ആണോ C ആണോ D ആണോ? എളുപ്പമാണ്. രേഖ ഡോക്യുമെന്റ് D, 2(1) D കിട്ടിയില്ലേ? സിമ്പിൾ ആണ്. വൺ വേർഡ് ചോദിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായിട്ടാണ് BNSS-നെയും കുറിച്ചും BSA കുറിച്ചും വരുന്നത്. ഇതിൽ വലിയ ഡീപ്പ് വരൂല. അങ്ങനെ പഠിച്ച മണ്ഡലത്തിലുണ്ട് വലിയ ഡീപ്പ് വരൂല. ഇതിനെക്കുറിച്ച് പ്രാഥമിക അറിവിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് 20-20 ആകാൻ പറ്റും. പക്ഷേ ഇതിന് പുറമെ ചോദിക്കുന്ന NDPS ആക്ട്, പോക്സോ ആക്ട്, IT ആക്ട്, RTA ആക്ട്, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം. അത് ഒരുപാട് കൊല്ലം കൊണ്ടേ ചോദിക്കുന്നതുകൊണ്ട് അതിൽ ഡീപ്പ് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ BNS-ലും BNSS-ലും BSA-ലും ക്വസ്റ്റ്യൻ ഡീപ്പ് ആവൂല. ഇനി BSA വകുപ്പിലെ ആ ഒരു നിയമത്തിലെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? 12 ചാപ്റ്റേഴ്സ് ആണ്. D ഓപ്ഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ പറയുന്നത് തന്നെ 3 വരണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ഇതില് 3 എണ്ണത്തിൽ വരും, ഉറപ്പാണ്. കാര്യം കാര്യക്ഷമമായ പോലീസ് സേവനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത്? 7 ആണ്. കേരള പോലീസ് ആക്ടില്, കേരള പോലീസ് ആക്ട് KP ആക്ട് എന്നാണ് പറയുന്നത്. KP ആക്ട് 2011 7ാമത്തെ സെക്ഷനിലാണ് കാര്യക്ഷമമായ പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത്. 7ാമത്തെ സെക്ഷനിലാണ്. ഇത് രണ്ടിലും ഒന്ന് ഉറപ്പായി ചോദിക്കും. 64ാമത്തെ സെക്ഷൻ എന്താണ് പ്രത്യേകത? കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നു. കമ്മ്യൂണിറ്റി പോലീസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുറ്റുപാടിലുള്ള ക്ലബ്ബ്, കുടുംബശ്രീ അങ്ങനെയുള്ള വെൽഫെയർ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരുമായി പോലീസ് ഇടപെട്ട് വയ്ക്കും. അവരുമായിട്ട് സൗഹൃദ ഇടപാടായിരിക്കും. ആരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നു, ആരൊക്കെയാണ് പ്രശ്നക്കാർ എന്നൊരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ആ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ ഏർപ്പെടുത്തുന്നു. അവർ രഹസ്യ പോലീസുകാരായിരിക്കും, പോലീസിന് വിവരം നൽകുന്ന ആൾക്കാരായിരിക്കും. അതിന്റെ സെക്ഷൻ KP ആക്ട് 64. ഇനി 98 എന്ന് പറഞ്ഞാൽ SPO-മാരെ കുറിച്ച് പറയും. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ കുറിച്ച് പറയുന്നത് 98ാമത്തെ KP ആക്ടിലാണ് പറയുന്നത്. എന്താണ് SPO? പോലീസിന് ചില സമയങ്ങളിൽ അവരുടെ ആ ഒരു അധികാര പരിധി വിനിയോഗിക്കാൻ പറ്റാത്ത, എത്താത്ത, അതായത് ആൾക്കാരുടെ എണ്ണം തുച്ഛമാകുന്ന അവസ്ഥയിൽ കുറെ കൂടെ ആൾക്കാരെ പബ്ലിക്കിൽ നിന്ന് പോലീസിലേക്ക് എടുക്കേണ്ട സാഹചര്യം വരും. ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക്, ശബരിമല ഡ്യൂട്ടി, ഇലക്ഷൻ ഡ്യൂട്ടി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവരാണ് SPO-മാർ, അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ. അവർ പോലീസ് അല്ല, പക്ഷെ അവർ ഡ്യൂട്ടി നൽകുന്ന ദിവസം പോലീസ് ആയിരിക്കും. പോലീസിന്റെ പൂർണ്ണ അധികാര പരിധി അവർക്കില്ല. പക്ഷെ എങ്കിലും പോലീസിന്റെ നിർദ്ദേശത്തോടു കൂടി പോലീസ് ഓഫീസറായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റും. അതാണ് സെക്ഷൻ 98. KP ആക്ടിലാണ്. IT നിയമത്തിൽ നമ്മൾ ചിലപ്പം കടുകൊട്ടിയായിട്ട് പഠിച്ചിട്ട് പോകും. ചോദിക്കുന്നത് സിമ്പിൾ ആയിരിക്കും. നോക്കുക, 66F ഭീകരവാദം, സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നത് 66F ആണ്. ഇനി 65ാമത്തെ വകുപ്പ് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. T പറഞ്ഞുകൊണ്ട്, ടെററിസം പറഞ്ഞുകൊണ്ട്, ടാമ്പറിങ്, സൈബർ ചുരണ്ടൽ എന്നും കൂടെ ഇതിനെ അറിയപ്പെടും. സൈബർ ചുരണ്ടൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ടാമ്പറിങ് ആണ് കേട്ടോ. 65. സൈബർ ലാ ഏത് ലിസ്റ്റിൽ വരും? ഭരണഘടന ഏത് ലിസ്റ്റിൽ വരും? അതും ഇതിന് ചോദ്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരം. ഉത്തരം ഏതാണ്? അവശിഷ്ട അധികാരമാണ് കേട്ടോ. അവശിഷ്ട അധികാരത്തിൽ നിന്നാണ് ഈ സൈബർ ലാസ് വരുന്നത്. 2 ചോദ്യം. അടുത്ത സെറ്റിൽ നമുക്ക് ഇതിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് പഠിക്കാം. IT ആയിട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ നമുക്കറിയാം. IT ആയിട്ടിൽ എന്തായാലും, IT ആയിട്ടല്ല, RTA ആയിട്ട്, വിവരാവകാശ നിയമം 2005 വന്ന വിവരാവകാശ നിയമത്തിൽ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഒന്ന്, A4 A3 പേപ്പറിൽ വിവരം ലഭ്യമാകുന്നതിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എത്ര? ഇത് പണ്ട് 2 രൂപയായിരുന്നു. ഇപ്പൊ എത്രയാണ്? 3 രൂപയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പണ്ട് 2 രൂപയായിരുന്നു, ഇപ്പൊ എത്രയായി? 3 രൂപയായിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അത് ഒരുപാട് പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. അതായത് A3 A4 പേപ്പറുകളിൽ 2 രൂപയായിരുന്നു, അതിപ്പോ നിലവിൽ എത്രയാണ്? 3 രൂപയാണ്. CD-യിൽ വിവരം ലഭ്യമാകാൻ വേണ്ടി 50 രൂപയായിരുന്നു, ഇപ്പൊ എത്രയാണ്? 75 മാറി. ഓക്കെ. 2-4 വകുപ്പിനെ കുറിച്ച് എന്ത് പറയുന്നു? കൗണ്ടർ
ഫീറ്റ്, കൗണ്ടർ ഫീറ്റ്, അതായത് വ്യാജരേഖ, ഇതിന് മറ്റൊരു പേരും കൂടെ പറയും കപടാനുകരണം എന്ന് പറയുന്ന സെക്ഷൻ RTA ആക്ടിൽ 2 ഉപവകുപ്പ് 4 ആണ് എന്നൊരു കാര്യം പഠിച്ചിരിക്കുക. അവസാന ചോദ്യങ്ങളിലേക്ക് കടക്കാം. NDPS 2 മാർക്ക്, ഈ 2 മാർക്കും ഈ പോക്സോ 2 മാർക്കും ആയി കഴിഞ്ഞാൽ 20 മാർക്ക് ചോദ്യങ്ങളായി. ഇതിൽ ഏതൊക്കെ ആവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, NDPS നിലവിൽ വന്ന ഡേറ്റ് 1985 നവംബർ 14. ഒരു ചോദ്യം, നവംബർ 14 ശിശുദിനം. NDPS എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, അങ്ങനെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നുകളെയും കുറിച്ചാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, അതേപോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 നവംബർ 14 വന്നത്, ശിശുദിനത്തിൽ. ശിശുക്കളാണ് ഒരുപാട് ഈ NDPS പെട്ടുപോകുന്നത്. 31A കുറിച്ച് പറയുന്ന വകുപ്പ്, വധശിക്ഷ ലഭിക്കുന്ന NDPS വകുപ്പാണ് 31A. ചില കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ 31A പ്രകാരം വധശിക്ഷ വരെ ലഭിക്കാം. അൾട്ടിമേറ്റ് NDPS ക്രൈമിനെ കുറിച്ച് 31A പറയുന്നു. പോക്സോ ആക്ട്, അതായത് 18 വയസ്സ് തികയാത്ത മൈനർ ആയിട്ടുള്ള ആൾക്കാരെ സെക്ഷലി ഹരാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പാണ്. സെക്ഷലി ഉപയോഗിക്കുന്നതിന്, ലൈംഗികപരമായ അതിക്രമങ്ങൾ ചെയ്യുന്നതിനുള്ള വകുപ്പാണ്. ഈ പോക്സോയിൽ പറയുന്നത്. പോക്സോയിൽ വ്യാജം, അതായത് വ്യാജം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണ് വ്യാജം, കൗണ്ടർ ഫീറ്റ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വ്യാജമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് 22 പറയുന്നു. അതിൽ 1, 2, 3 ഉപവകുപ്പുകളുണ്ട്. അത് ഏതൊക്കെയെന്ന് പഠിക്കണം. അടുത്തത്, മാധ്യമങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അതായത് പോക്സോ ആയിട്ട് മാധ്യമങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 23. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആയിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സെറ്റാണ് ആ ക്ലാസ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചെയ്യുക. 88 91 698 723 വാട്സാപ്പാണ്, അഡ്മിൻ നമ്പറാണ്. വാട്സാപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്ക് ഓൺലി ബാച്ച്, നിങ്ങളുടെ എക്സാം വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ടോപ്പിക്ക് ക്ലാസ്സുകളും MCQകൾ, അതായത് ഈ 4 ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ്, മാതൃക മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.